ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സി ഫാമിലി. ഇന്ന് നമ്മൾ പാൻഡാസിനെ കാണാനാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ നല്ല സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം നോർമലി വി ഓൺലി സീൻ പാൻഡാസ് ഇൻ പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസിൽ. ഇതുവരെ റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് വേഗം ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബേക്ക്ഡ് ബീൻ ഉണ്ട്, boiled egg ഉണ്ട്, ടീ എഗ് ഉണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോ, ഗ്രിൽഡ് ടൊമാറ്റോ, പൊന്നു സോസേജ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്, ആൻഡ് ഷാനു ഫ്രൈഡ് റൈസ് വേണമെങ്കിലും ഉണ്ട്. ഫ്രൈഡ് റൈസ്, ലിറ്റിൽ വെജിറ്റബിൾ ഓവർ ദ ഫ്രൈഡ് നൂഡിൽസ് അപ്പുറത്തെ സൈഡിൽ, കോൺ, നമ്മളെ കഞ്ഞി. അങ്ങനെ നമ്മുടെ ഭക്ഷണം നല്ല രസമുണ്ട്. പൊന്നുകുട്ടി വേഗം കഴിച്ചോളെ, പൊന്നോലെ ടയർഡാവും. അങ്ങനെ നമ്മൾ പാൻഡയെ കാണാൻ നല്ല മഴയാണ് പുറത്ത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, ചൈനയിലുള്ള ഈ ഒരു ചെങ്ഡു സിറ്റീൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഏത് സീസണിലും നമുക്ക് ഈ റെയിൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ടായിരുന്നു. മഴ കാരണം നമുക്കിങ്ങനെ പാൻഡയെ കാണാൻ പറ്റുമോ എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുക. പിന്നെ നമ്മളവിടെ ഇറങ്ങിയപ്പോൾ ഇതാ തന്നൂക്ക അവിടുന്ന് അംബ്രല്ലാസൊക്കെ വാങ്ങി. നമ്മള് ഊട്ടിയിലോ കൊടൈക്കനാലിലെല്ലാം പോയവരുണ്ട്. ഇവിടുത്തെ അവസ്ഥ ഇത് ശരിയായ നമ്മളെ നാട്ടിലുള്ള മഴ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചെങ്ഡു റിസർച്ച് ബേസ് ഓഫ് ജൈന്റ് പാൻഡ ബ്രീഡിംഗ്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ പാസ്പോർട്ടും നമ്മൾ ക്യാരി ചെയ്യണം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ. മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതായത് നാഷണൽ ആനിമൽ ഓഫ് ചൈന ഈസ് ജൈന്റ് പാൻഡ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് പ്ലേസ് ടു സീ ദം എവിടെയാണെന്ന് വെച്ചാൽ ചെങ്ഡു തന്നെയാണ്. അതായത് അതിനെക്കുറിച്ച് അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ 1987 ഏകദേശം ഒരു 6 സിക്ക് പാൻഡാസിനെ അവർ ഇങ്ങനെ ലൈക്ക് ഫോറസ്റ്റിൽ നിന്ന് റെസ്ക്യൂ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് മോർ ദാൻ 200 പാൻഡാസ് അവിടെ ഉണ്ട്. ആക്ച്വലി ഇത് ഒരു സൂ എന്നുള്ള കോൺസെപ്റ്റിൽ തുടങ്ങിയതല്ല. ഇറ്റ്സ് എ റിസർച്ച് ആൻഡ് കൺസർവേഷൻ സെൻറ്റർ. അതായത് മോസ്റ്റ്ലി എല്ലാ ഈ പാൻഡാസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഈ ഫോറസ്റ്റിലേക്ക് വിടുക, ആ ഒരു ഉദ്ദേശത്തിലാണ് ഇവരിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ എൻട്രൻസിൽ നിന്ന് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. ഇത് എനിക്ക് നമ്മളെ ഇത് ഡിസ്നി ലാൻഡ് കയറിയ അവസ്ഥയായിരുന്നു. പക്ഷെ ഇവിടെ ഓക്കെയാണ് തണുപ്പ്. ഇത് നമ്മളെ നാട്ടിൽ പോയവരുണ്ട് എവിടെയോ തന്നെ, ഊട്ടി കൊടൈക്കനാൽ, കേരളമല്ല. ഇങ്ങനെ തന്നെ ഉണ്ടാവുക, ഈ ഒരു തണുപ്പും ഉണ്ടാവുക. രേഷാനോ ഓർമ്മ ഉണ്ടോ? നോ പാൻഡ, ദാറ്റ്സ് ഓക്കേ. അവിടെ മങ്കീസ് അല്ലേ കൂടുതൽ. എവിടുന്നാ കയറണ്ടേ ചോദിക്കണോ? അപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ് ബസ് കയറാൻ വേണ്ടി പോവാണ്. പൊന്നിന് തണുക്കുണ്ടാ? തണുക്കുണ്ടാ? നമ്മളിവിടെ ഏർലി മോർണിംഗ് 8 o'clock തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ബെസ്റ്റ് ടൈം ടു വിസിറ്റ് 8 to 10 ആണെന്ന് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലൈക്ക് ആനിമൽസ് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുക ഈ ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണം.
ബിക്കോസ് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ ടൈമിങ്ങും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്, ഏത് ടൈമിങ്ങാണ്. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുകയാണ് ഇവിടുത്തെ ബസ്സിൽ കയറാൻ. പക്ഷെ തന്നൂക്ക് ഇങ്ങനെ പറയുകയാണ് QR കോഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടുത്തെ ലോക്കൽസിന് നമ്മൾ ഹെൽപ്പ് ചോദിക്കേണ്ടിരുന്നു ഓരോ സമയത്തും. പക്ഷെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല സ്വഭാവം. വെരി ഹെൽപ്ഫുൾ, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. Just put a QR code and we can pay. But we have to enter, we have to register. Then only we can get the ticket. It has to be simplified. But people are very friendly. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട്. തന്നൂക്ക് ഫ്രണ്ടിലല്ലേ, പപ്പനെ വിളിക്ക്. പപ്പാ തന്നൂക്ക് ഡ്രൈവ് ചെയ്യുന്ന പോലെയല്ലേ, കാരണം ഒരു റോല് മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റും. ഇത് ആക്ച്വലി നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ബഗ്ഗിയിൽ കയറണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നടക്കാവുന്ന ദൂരം അത്യാവശ്യമുണ്ട്, പക്ഷേ നല്ല തണുപ്പൊക്കെ ആയി രസം ഉണ്ടാവും. പക്ഷെ നമുക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതിൽ കയറി രസം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മൊത്തം ബാംബൂസൊക്കെ ആയിട്ട്, മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പാൻഡാസ് മെയിനായിട്ട് കഴിക്കാൻ ബാംബൂസാണ്. പിന്നെ നല്ല ഡ്രിസ്ലിങ്, മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ശരിയായൊരു ഫോറസ്റ്റിലൂടെ നമ്മളിങ്ങനെ പോകുന്ന പോലെ തന്നെയുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു ഈ ഒരു ബഗ്ഗി റൈഡ്. എല്ലാവരും ഇങ്ങോട്ടൊന്നും ഷാനും നടക്കുന്ന. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ റൂട്ട് മാപ്പ്. എന്നാലും നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ റൂട്ട് മാപ്പ് നോക്കി നടക്കുകയാണ്. പിന്നെ അവിടെ മെയിനായിട്ട് എല്ലായിടത്തും നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, അതായത് അധികം നമ്മളിങ്ങനെ സൗണ്ടിൽ സംസാരിക്കാൻ പാടില്ല, അധികം നോയ്സ് പാടില്ല എന്നൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ പാൻഡ ഭയങ്കര ഷൈ ആണ് പോലും, അപ്പോൾ പുറത്തേക്ക് വരില്ല. പാൻഡനെ കാണാമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുക. ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല, കാരണം ഇതിപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുകയാണ്. ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ല ക്യൂട്ടായിരുന്നു. നമ്മുടെ ഈ ടെഡി ബിയറൊക്കെ പോലെയില്ലേ, അതുപോലെ നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളധികം ഇങ്ങനെ സംസാരമൊക്കെ വളരെ പതുക്കെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഈ ഒരു പാൻഡാസ് ഭയങ്കര ഷൈ ആണ്. പിന്നെ അത് അകത്തേക്ക് കയറിപ്പോകൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ ശരിക്കും ഇങ്ങനെ മിണ്ടാതിരുന്ന് വാച്ച് ചെയ്യായിരുന്നു. എന്താ പറയുക, ഇത് ഫുൾ ടൈം ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ബാംബു ലീവ്സ് ആൻഡ് സ്റ്റെമ്മ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് പറഞ്ഞത് അത് മാക്സിമം ഒരു 40 kg വരെയൊക്കെ കഴിക്കും പോലും പെർ ഡേ. പിന്നെ അതിനുശേഷം ചെറിയൊരു നാപ്പ് എടുക്കും ഇൻ ബിറ്റ്വീൻ, പിന്നെ വീണ്ടും കഴിക്കും, പിന്നെയും ഉറങ്ങും. ശരിക്കും അത്യാവശ്യം നല്ല മടിയന്മാരാണ്. പിന്നെ നമ്മൾ ഈ കുംഫു പാൻറ് അതൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടില്ല വീഡിയോസൊക്കെ. അങ്ങനെ കണ്ടിട്ട് നേരിട്ട് കണ്ടപ്പോൾ എന്താ വല്ലാത്തൊരു ഫീലായിരുന്നു. എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം. ഷാനുവും പൊന്നും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അയ്യോടാ, അത് നടക്കുന്നത് കണ്ടില്ലല്ലോ. No, this is giant panda. It's not a baby. ഇത് giant panda is in sand ന് പറ്റി എടുത്തോ. അല്ല ഇവിടെ കഴിക്കട്ടെ. അങ്ങനെ കുറച്ച് സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. അടുത്ത പാൻഡയെ കാണാൻ പറ്റുമോ. പൊന്നൊക്കെ ഇഷ്ടമായാ? ഇവിടെ വന്നപ്പോൾ ഒന്ന് ഫ്രഷ് ആയ പോലെ ഉണ്ടല്ലേ നമ്മൾ. ഇതാ എൻ്റെ 2 പാൻഡാസ്. ഇതാ വേറെ ഒന്നിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ.
നമ്മൾ വേറൊരു പാൻറ്റിനെ സ്പോട്ട് ചെയ്തിട്ട് മൂപ്പർ തിരിഞ്ഞിരിക്കുക. അത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നേ ഷാനു. പൊന്നൂസ സ്ലിപ്പാവരുതേ കരല, സ്ലിപ്പാവരുത്, സ്ലിപ്പാവരുത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിപ്പോൾ പാൻഡാസിനെ ഇങ്ങനെ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ റോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ ഇവിടെ ഒരു പോണ്ടും കാണുന്നുണ്ട്. അപ്പോൾ അവരവിടെയൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ കുടിക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് അപ്പോൾ നമ്മുടെ സൗണ്ട് അധികം കേട്ടാൽ പുറത്തേക്ക് വരില്ല. ഒന്ന് അംബ്രല്ല താത്ത്, അംബ്രല്ല കൊടുത്ത്. വട്ടായോ അതിന് ജോലതിനുണ്ട്. കണ്ട നല്ല രസത്തിൽ കാണുന്നുണ്ട. നോക്കി ഷാനല്ലേ ബാക്കിലേക്ക് ഇങ്ങോട്ട് തിരിയുന്നുണ്ട്, ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. അതാ നമ്മള് വന്നറിഞ്ഞ് ഇങ്ങോട്ട് വാ. കയ്യിലൊന്നും ഇല്ലായിരിക്കും. ഞാൻ ചാരി ഇരിക്കൂ. അങ്ങനെ നമ്മൾ കണ്ട് അൽഹംദുലില്ലാ ഹാപ്പിയായി. ഏറ്റവും കോമഡി എന്താ പറയുക, നമ്മൾ പാൻറ്റിന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കണ്ണൊക്കെ വീണ്ടും ഉണ്ട്. നല്ല തണുപ്പുണ്ട്. There's also to walk once we come out. നമ്മുടെ അവസ്ഥ ഇതായിട്ടുണ്ട്. നല്ല തണുപ്പ് വന്നു. പുലുക്കുട്ടി അങ്ങനെ നമ്മളിതാ ഇപ്പോൾ എക്സിറ്റ് ആയിരിക്കുകയാണ്. നമ്മളവിടെ ഒരുപാട് പാൻഡാസിനെ കണ്ടിട്ടുണ്ട്, മോർ ദാൻ 10. പക്ഷേ എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് പിന്നെ നമ്മളുടെ ഭാഗ്യം പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏർലി മോർണിംഗ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ പോലത്തെ ഒരു ടാക്സി കിട്ടി. അപ്പോൾ അതിൽ പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അത് നമ്മളുടെ ഹോട്ടലിൽ വരെ പോവില്ല എന്നാണ്. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നോ വറീസ് പോകാം. നല്ല രസമുണ്ടായിരുന്നു അതിൽ പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഈ ഒരു ഓട്ടോ ഒരു 1 കിലോമീറ്റർ പോയി. പിന്നെ അതിന് ശേഷം പിന്നെ ഇതാ വേറൊരു ഓട്ടോയിലേക്ക് നമ്മളോട് കയറാൻ പറഞ്ഞു. കാരണം അത് സിറ്റിയിലേക്ക് പോകാൻ മേ ബി അവർക്കായിരിക്കും പെർമിറ്റ് ഉണ്ടാവുക, വി ഡോണ്ട് നോ. എന്തായാലും നമ്മളതിൽ കയറി. അതൊരു ലേഡി ഡ്രൈവറായിരുന്നു. നല്ല ഫാസ്റ്റിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്പീഡിൽ പോയിട്ട്. പിന്നെ ഇതാ ഈ ഒരു സിറ്റി ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ റോഡൊക്കെ എപ്പോഴും വെറ്റായിട്ടാണ് കാണുന്നുണ്ടായേ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരുപാട് തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ ഒരുപാട് തണുപ്പില്ല. പക്ഷേ മഴയൊക്കെ എന്നാലും ഉണ്ട്, തണുപ്പുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇത് തന്നൊക്കെ കുറച്ച് ഉറങ്ങുന്നതാണ്. കാരണം നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങിയിരുന്നല്ലോ. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു യാത്ര ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇതാണ്. ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലേക്ക് ഒരു യാത്രയുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ചൈനയിൽ പോകുന്നവർക്ക് ഈ ഒരു ചെങ്ഡു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. എന്തായാലും പോകണം. കാരണം നമുക്ക് പാൻഡയെ കാണാൻ എസ്പെഷ്യലി ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും.
ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ചൈനയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു Subscribe, like, share, comment, and don't forget to ring the bell button. Ding ding. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Masalama.